കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. പെട്രോൾ പമ്പുകളിലുള്ള ശുചിമുറി അവിടെ ഇന്ധനമടിക്കാൻ വരുന്ന വണ്ടിയിലെ യാത്രക്കാർക്ക് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു അത്. തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരെ എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ എന്താണ് ഇതിന് കാരണമായിരിക്കുന്നത്? സർക്കാർ പറയുന്നത് ഇതൊരു പൊതു അവകാശമാണെന്ന്. ഇവിടെ രണ്ട് സംഗതികൾ പെട്രോൾ പമ്പ് ഉടമകൾ അനുഭവിച്ചിരിക്കുന്ന സംഗതിയാണ്. ഒന്ന്, ടൂറിസ്റ്റ് ബസ്സുകളിലെ വരുന്ന യാത്രക്കാർ ഈ ശുചിമുറി ഉപയോഗിക്കുന്നു എന്നുള്ള. ഇത് ഇന്നലെ അല്ല, കുറേ നാളുകളായി. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ, ചിലപ്പോൾ ചില കോളേജുകളിൽ നിന്നൊക്കെ 3-2 ബസ്സുകൾ അല്ലെ 4 ബസ്സുകൾ ഒന്നിച്ച് വരും. ഒരു ബസ്സിൽ ശരാശരി ഒരു 40 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബസ്സിലുണ്ടെങ്കിൽ 160 പേര് വരും. ഇവർ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത്രയും ആളുകൾ അവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാനൊക്കെ അല്ലെങ്കിൽ ബാത്റൂം ഉപയോഗിക്കാൻ പോകുമ്പോഴേ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു പെട്രോൾ പമ്പിലെ ടാങ്കിന് ഒരു കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം മറന്ന ഒരു അവകാശം എന്ന നിലയിൽ ഈ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകളിലെ ജീവനക്കാരിത് ഉപയോഗിക്കാൻ അവിടുത്തെ യാത്രക്കാരെ കൊണ്ടുവരുമ്പോഴേ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ ആരും കേരളത്തിൽ നിന്ന് ഡീസൽ അടിക്കാറില്ല എന്നാണ്. അതിൻ്റെ 95% പേരും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും മാഹിയിൽ നിന്നും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. കാരണം അവിടെ കേരളത്തിലേക്കാൾ വിലക്കുറവുണ്ട്. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ വന്ന് അവർ 1 ലിറ്റർ ഡീസൽ പോലും അടിക്കാതെ ഈ കൊണ്ടുവരുന്ന യാത്രക്കാർ മുഴുവൻ ഇവിടുത്തെ പമ്പിൻ്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പം അത് പമ്പുകാർക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവർക്ക് 10 പൈസ വരുവാനോ ഇല്ല. അവർ വളരെയധികം അവിടെ ആ സമയത്ത് വരുന്ന ഒരു കാറിലോ അല്ലെ ഒരു ബൈക്ക് യാത്രക്കാരോ അല്ലെ ഒരാളോ അവിടെ വന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. കാരണം അവിടെ ക്യൂ നിൽക്കുകയാണ് ഇവർ. മറ്റൊരു സംഗതി ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രശ്നം വരാൻ കാരണം ചില തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു ഈ പമ്പിൻ്റെ അടുത്തേക്ക്. പമ്പിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കും. ഇവിടുന്ന് 200 മീറ്റർ പോയ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. എന്നിട്ട് ആരോ മാർക്കും കൊടുക്കും പമ്പിലേക്ക്. ഇത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകൾ അത്രയും തന്നെ വരുന്നില്ല. കാരണം പഞ്ചായത്ത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നും അല്ല, ചുരുക്കം ആളുകളേ ഉള്ളൂ. ചുരുക്കം പഞ്ചായത്തുകളിലെ വലിയ ടൂറിസ്റ്റ് ബസ്സിൽ വരുന്ന ആളുകളുള്ളൂ. ഏതായാലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവരാണ് ഈ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത്. പകരം അവർ പെട്രോൾ പമ്പുകാരുടെ തലയിലേക്ക് ഇത് വെച്ചു കൊടുത്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവം എനിക്കറിയാം. എറണാകുളത്ത് എടപ്പള്ളിയിൽ ഒരു പമ്പിൽ ഇതുപോലെ ടൂറിസ്റ്റ് ബസ് കൊണ്ടുവന്ന് നിർത്തി. ഹൈവേയിൽ നിർത്താൻ ഇടയില്ല എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ നിർത്തിയാൽ പോലീസ് ഫൈൻ അടയ്ക്കും. അവർ പമ്പിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് ഈ 10-40 പേര് ടോയ്ലറ്റിൽ പോകാൻ കയറി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ടോയ്ലറ്റിൽ പോയിക്കോ, പക്ഷേ ബസ് ഈ പമ്പിൽ നിന്ന് മാറ്റിയിടണം. കാരണം വേറെ വണ്ടിക്ക് അവിടുന്ന് പെട്രോൾ അടിക്കാൻ തടസ്സം വന്നു. അപ്പോൾ അവർ പ്രശ്നമായി. നിങ്ങൾ യാത്രക്കാരെ കൊണ്ടും ഇത് സർക്കാർ നിയമമാണ് എന്ന് പറഞ്ഞ് അവിടെ പമ്പുകാരുമായിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ സാധാരണ ഒരു കാർ യാത്രക്കാരന് അല്ലെ സാധാരണ ഒരുത്തന്നെ ലഭിക്കേണ്ട ഒരു ബസ്സിൽ വന്നിറങ്ങുന്ന ലൈൻ ബസ്സിൽ വരുന്ന ആളുകൾ പോലും സ്ത്രീകളും ഒക്കെ അത്യാവശ്യമുള്ള അടുത്തുള്ള പമ്പിലാണ് ടോയ്ലറ്റിൽ പോകുന്നത്. പക്ഷേ അതുപോലും ഇപ്പം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കാരണം ഒന്ന് ഈ ടൂറിസ്റ്റ് ബസ്സുകൾ, 2 ഈ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ തെറ്റായ നയമാണ്. മറ്റൊരു സംഗതി ഇതിനെ സംബന്ധിച്ച് പറയുമ്പം ചില ആളുകളൊക്കെ ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്ന കേട്ടു ടി വിയിലൊക്കെ. ചില കാർ യാത്രക്കാരാണ് കേരളത്തിൽ തന്നെ
ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കോ കാസർഗോഡിനോ പോകുമ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒന്ന് ബാത്റൂമിൽ പോകാൻ ഈ പമ്പിലെ ടോയ്ലറ്റാണ്. അവിടെ നിന്ന് ഇന്ധനം അടിക്കാതെ തരില്ല എന്നവർ പറയുന്നത് ന്യായമല്ല എന്നാണ് ഈ കാർ യാത്രക്കാർ പറയുന്നത്. ഇവർ പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഇവർ തിരുവനന്തപുരത്തു നിന്നോ വരുമ്പോൾ മാഹിയിൽ നിന്നോ എവിടെന്നെങ്കിലും ഡീസൽ അടിക്കാവുന്ന രീതിയിൽ അവിടം വരെയുള്ള പെട്രോൾ അടിച്ചുകൊണ്ട് വരുന്നത്. അവരിടയ്ക്കുള്ള പമ്പ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അവിടെ നിന്നൊന്നും പെട്രോൾ അടിക്കാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു 100-500 രൂപയ്ക്ക് അടിച്ചാൽ മതി. ഇടയ്ക്ക് ഏതെങ്കിലും പമ്പിൽ കയറി ടോയ്ലറ്റിലും പോവോ, അവിടുന്ന് ഒരു 100-500 രൂപയ്ക്ക് അടിക്കണം. അപ്പം ഈ ടോയ്ലറ്റിൽ പോകുന്ന പമ്പിൽ നിന്ന് കുറച്ച് പെട്രോൾ അടിച്ചാൽ അല്ല ഡീസൽ അടിച്ചാൽ ആ പമ്പുകാർക്കും അതിനകത്ത് സന്തോഷമുണ്ട്, നിങ്ങൾക്കത് തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും. പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓർഡറാണെന്നാണ് ഇത് അവകാശമായിട്ട് വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ, സൂപ്പർ ഹൈവേകളിലെ പമ്പിന് സ്ഥലമില്ലാതെ വന്നപ്പോൾ അവിടെ പമ്പുകൾക്ക് അനുമതി കൊടുത്തപ്പോൾ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് വയ്ക്കണമെന്ന് പറഞ്ഞു. അത് വസ്തുതയാണ്. അത് പക്ഷേ ഈ നാഷണൽ ഹൈവേയിലൊന്നും ഈ ടൂറിസ്റ്റ് ബസ്സുകാർ പോകുന്നില്ല. എന്ന് വെച്ചാൽ അവർ യാത്ര ചെയ്ത് പോകുന്നുള്ളൂ. അവരവിടെ ഈ ബസ് നിർത്തി യാത്രക്കാരെ അവിടെ ടോയ്ലറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവർ വരുന്നത് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള നഗരങ്ങളിലാണ്. അവിടെയൊന്നും ഈ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ കെയർ ഓഫിൽ കിട്ടിയ പമ്പുകളുമല്ല. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട സംഗതി ഒന്നുകിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആവശ്യമുള്ള ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടുത്തെ KTDC ടൂറിസം ഡെവലപ്മെൻറ്റ് ബോർഡ് അവർ ടൂറിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ലേ, ഈ വരുന്ന ടൂറിസ്റ്റുകളല്ലേ, അവർക്ക് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ, ടോയ്ലറ്റുകൾ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സ്ഥാപിക്കുക. അതിന് ഒരു കുടുംബശ്രീയെ ഏർപ്പെടുത്തുക. കുടുംബശ്രീക്കാർക്ക് അതിനുള്ള വരുമാനം ഉണ്ടാവും. ഒരാൾക്ക് 5 രൂപയോ 10 രൂപയോ എത്രയാണെങ്കിലും ഒരു വെച്ച് നല്ല വൃത്തിയും വെടിപ്പുമുള്ള ടോയ്ലറ്റ് സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് മുനിസിപ്പൽ കോർപ്പറേഷനൊന്നും യാതൊരു ചിലവുമില്ല. അവർക്ക് കെട്ടിടം പണിതിട്ട് കഴിഞ്ഞാൽ അത് കുടുംബശ്രീക്കാരെ ഏൽപ്പിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല വെടിപ്പുള്ള ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയും. 5 രൂപ കൊടുക്കാൻ ആളുകൾ കൊടുക്കാൻ തയ്യാറുമാകും. അത് ചെയ്യാതെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പകരം ഇത് മുഴുവൻ പെട്രോൾ പമ്പുകാരൻ വഹിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് പെട്രോൾ പമ്പുകാരൻ്റെ വാതൊക്കെ കൊണ്ടുപോയി വെക്കുക, ഇത് പൊതു ശൗചാലയം എന്നും പറഞ്ഞ് ബോർഡും വയ്ക്കുക. അതെന്ത് ന്യായം? അതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സുകാരെ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും മാഹിയിൽ നിന്നും ഡീസൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പമ്പിൽ കയറാതിരിക്കുക. അതല്ലേ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡീസൽ അടിച്ചിട്ട് ബാക്കി ഇവിടെ വന്ന് പമ്പുകളിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പമ്പുകാർക്ക് ഒരാശ്വാസവും നിങ്ങൾക്കൊരു ചമ്മലുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനുകളും എല്ലാം ചെയ്യേണ്ട സംഗതി ആവശ്യത്തിന് ടോയ്ലറ്റ് സംവിധാനം കേരളത്തിലുടനീളം വല്ല കുടുംബശ്രീ മുഖേന ഏർപ്പെടുത്തുക. അല്ല സർക്കാർ ജീവനക്കാർ വെച്ചാൽ അത് ശരിയാവില്ല. കാരണം പല സ്ഥലങ്ങളിലും നമുക്കതിനകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ലഹരിയുടെ മണം, സിഗരറ്റിൻ്റെ മണം, അതുപോലെ അത് ആളുകൾ തന്നെ ചില ആളുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം പോലും ഉപയോഗിക്കാതെ ഇറങ്ങിപ്പോകുന്ന രീതി കാണാൻ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യേണ്ട സംഗതി ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകാരും ശ്രമിക്കുക. പിന്നെ ഇവിടെയുള്ള കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഫുൾ ടാങ്ക് വില കുറയുന്നിടത്തൊന്നും അടിക്കാതെ ഈ മറ്റ് ഏതെങ്കിലും പമ്പിൽ നിങ്ങൾ ടോയ്ലറ്റ് സൗകര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ അവിടുന്നും പെട്രോൾ അടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങളാണ് ഞാൻ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്.